ഈശോയ്ക്കും പരിശുദ്ധ അമ്മ ദൈവമാതാവിനും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബെസ്സി എൽദോസ്. ഞാൻ വരുന്നത് അടിമാലിയിൽ നിന്നാണ്. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് കൃപാസന മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്നത് 2024 സെപ്റ്റംബർ 21 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും ലാസ്റ്റ് അവിടെയാണ് നിന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ 6 നിയോഗം ഇട്ടു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഞാൻ പോയി. എൻ്റെ ഫസ്റ്റത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ജാനുവരി 2025 ഇൻടേക്കിലേക്ക് തന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണമെന്നായിരുന്നു. അപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം കാനഡയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട്. അപ്പോൾ വിസ കിട്ടാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയത്. പല സ്ഥലത്തുനിന്നും എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നാണെങ്കിലും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഈ വിസയുടെ കാര്യം, ബാക്കി പോണ പ്രോസസ്സിംഗ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും VFSC പോകുമ്പോഴാണെങ്കിലും എംബസി പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയാണ് ഞാൻ ഓരോ പ്രാവശ്യം അകത്തേക്ക് കയറിയിരുന്നത്. ഞാനിവിടെ 2016 ഒക്ടോബർ 25 ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ വന്നത്. ജവമാല റാലിക്ക് എനിക്ക് കൂടണം, അതോടൊപ്പം തന്നെ എൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു, ഞാൻ അവിടെ പോയി കുമ്പസാരിച്ചു. ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടായ എൻ്റെ പരാതി അമ്മ ഒക്ടോബർ 25 വന്നപ്പോൾ എനിക്ക് മാറ്റി തന്നു. ഞാൻ ഏറ്റവും ഫസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ നിരയിൽ വന്ന് നിന്ന് മുട്ടുകുത്തി എനിക്കിന്ന് ഒരു കൊന്ത ഫുള്ള് ചൊല്ലാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഒത്തിരി കിട്ടി. ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് ഡിസംബറിനുള്ളിൽ തന്നെ എൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നീല ഡ്രസ്സ് ഇട്ടൊരു ചേച്ചിയുടെ കയ്യിലൊരു സിൽവർ കളർ കൊന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആ കൊന്ത ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ആരുടെയും കയ്യിൽ. അപ്പോൾ പെട്ടെന്ന് ആ ചേച്ചി എൻ്റെ അടുത്തൊന്ന് പാസ് ചെയ്തിരുന്നു, എന്നെ ചിരിച്ച് കാണിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് വിശ്വാസമായി, എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് അന്ന് ഭയങ്കര മഴയായിരുന്നു അവിടെ. ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് കടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു വണ്ടി ഇടിക്കാൻ വന്നു. അതിന് 2 ദിവസം മുന്നേ ഒരു സ്വപ്നം ഇതേ സെയിം ഞാൻ കണ്ടിരുന്നു, എന്നെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നതാണ്. പക്ഷേ എൻ്റെ കാശുരൂപമാണ് എന്നെ സംരക്ഷിച്ചത്. ആ കാശുരൂപം എനിക്ക് കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റി. അപ്പം ഞാൻ വണ്ടി ഇടിക്കാൻ വന്നപ്പോഴത്തേക്കും എന്നെ ഒരു ബാക്കിൽ നിന്ന് ഒരു നീല ജാക്കറ്റും ഒരു നീല കൊടയും. ഞാൻ ആ ചേട്ടൻ ഇവിടെ എങ്ങും നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ വേഗം എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു. കൈ പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു വേറൊരു ടൈപ്പ് നല്ല സ്മെല്ലും ഭയങ്കര തണുപ്പും ആ ചേട്ടൻ്റെ കൈക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങോട്ട് ഇത്ര ധൃതിപ്പെട്ട് പോകുന്നേ, പതുക്കെ പോയാൽ പോരെ, ഇവിടെ വരെ വന്നിട്ട് പതുക്കെ പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ബസ്സില്ല, അപ്പോൾ വേഗം പോകണമെന്നും പറഞ്ഞ്. സാധാരണ ആരും അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് വിടത്തില്ല, വഴക്ക് പറയത്തേ ഉള്ളൂ. എന്നെ ക്രോസ് ചെയ്യിപ്പിച്ച് വിട്ടു, എന്നെ ബസ് കയറ്റി. അവിടെ നിന്ന് ചിരിച്ച് കാണിച്ചിട്ടാണ് ഞാൻ ആ ബസ്സിൽ കയറി പോയത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ജവമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അപ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ജവമാല റാലിയിൽ വന്ന് പങ്കെടുത്ത് പിറ്റേ ദിവസം മെയിലൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നും മെയിൽ ചെക്ക് ചെയ്ത് നോക്കും, ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു, ഡിസംബർ 12 ഞാനൊരു ഡേറ്റ് ഇട്ടു. അതിന് മുമ്പ് എൻ്റെ സ്റ്റാമ്പ്ഡ് വിസയുടെ കോപ്പിയും എൻ്റെ ഒരു ഓഫർ ലെറ്ററും എനിക്ക് കൈ കിട്ടണമെന്നാണ് ഞാൻ മാതാവിനോട് എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ വെച്ചത്. അതേപോലെ തന്നെ ഡിസംബർ 10 എൻ്റെ ഉടമ്പടിയുടെ 80 ദിവസം എനിക്കെൻ്റെ സ്റ്റാമ്പ്ഡ് വിസ കോപ്പി കിട്ടി. എൻ്റെ ടിക്കറ്റ് റെഡിയായി. ഞാൻ ഈ മാസം 30 ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. അച്ഛൻ പറയുന്ന പോലെ ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യൻ്റെ കരങ്ങളിൽ ഒന്നും ചെയ്യാൻ ഉണ്ടാവാണ്ടിരുന്ന സിറ്റുവേഷനിലാണ് മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്നെ കാനഡയിലേക്ക് അമ്മ വിടുന്നത്. അതേപോലെ തന്നെ അതിന് മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതേപോലെ തന്നെ കാനഡയിൽ എനിക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കണമായിരുന്നു. ഫസ്റ്റത്തെ ഒരു വർഷത്തെ മൊത്തം ഫീസ് അടയ്ക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ഏറെക്കുറെ ഒരു 10 lakhs അടുത്ത് വരും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു 5 lakhs 6 lakhs എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബാങ്കിലിരിക്കും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ പപ്പയാണെങ്കിൽ നല്ല ടെൻഷൻ. അപ്പോൾ എൻ്റെ പപ്പയും മമ്മി വിഷമിക്കണ കണ്ടാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്.
അപ്പം ഞാൻ അന്നേരം നമ്മുടെ യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി എന്തെങ്കിലും ഒരു അടയാളം ഇപ്പം അത്ഭുതം ഇപ്പം നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 2 മിനിറ്റ് പോലും ആയില്ല. എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബെസ്സി 5 lakhs മാത്രമേ ഇപ്പോൾ അടച്ചാൽ മതി, ബാക്കി നമുക്ക് പിന്നെ നോക്കാം, ബാക്കിത്തെ സെമസ്റ്ററിലേക്ക് പോവാറാകുമ്പോഴത്തേക്കൊക്കെ ബാക്കി 5 lakhs അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ കൂടെ നിന്നു, എന്നെ ആരുടെയും മുമ്പിൽ നാണം കെടുത്താണ്ട്. അതേപോലെ തന്നെ ഞാൻ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. 25 lakhs ആണ് എൻ്റെ എഡ്യൂക്കേഷണൽ ലോൺ. അത് അവർ പാസ്സാവാൻ 3 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ടൈം ഇല്ല മുമ്പിൽ, എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഫാസ്റ്റ് ആക്കണമെന്ന് എന്നോട് ഏജൻസിക്കാർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഈ ഇൻടേക്കിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ ലോണിൻ്റെ കാര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ ലോൺ ശരിയാവണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. വെറും 15 ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് ആ 25 ലക്ഷം രൂപ സാങ്ഷനാക്കി തന്നു. അതേപോലെ ഞാൻ അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളെല്ലാം ലൈവായി തന്നെ അന്നന്ന് തന്നെ ഞാൻ കാണും, ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ അരമണിക്കൂറിനേക്കാൾ കൂടുതൽ ഞാൻ എന്നും ബൈബിൾ വായിക്കും. ഞാനിപ്പം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സമയം കിട്ടുമ്പം ഞാൻ പുതിയ നിയമം ഇപ്പം നടപടികളുടെ പുസ്തകം പകുതി വരെ ആകാറായി. അപ്പം രണ്ടും ഞാൻ ബാലൻസ് ചെയ്ത് എനിക്ക് പോണേക്ക് മുമ്പ് തന്നെ ബൈബിൾ വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു 2 മാസമായിട്ട്. മാതാവിൻ്റെ ഉപ്പ് എന്നും ഞാൻ വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കും, എന്നും രാവിലെയും രാത്രിയും എപ്പോഴും ഞാൻ കുടിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം യൂറിനറി ഇൻഫെക്ഷനൊന്നും ഇല്ല, എല്ലാം പൂർണ്ണമായിട്ട് മാറി. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി അവർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി പേര് വന്നിവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് ഒത്തിരി പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മേനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവിനെയാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഞങ്ങൾ അത്രയും ഒരു കമ്മ്യൂണിക്കേഷനിലാണ് പോകുന്നത്. ഒരു ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഒരമ്മയും മോളും എങ്ങനെയാണോ സംസാരിക്കണേ അതേപോലെ ഞാൻ ഒരു ദിവസം പോലും മാതാവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാതിരുന്നിട്ടില്ല. ഞാൻ ഈശോയിനെയാണെങ്കിലും ഞാൻ സ്വപ്നത്തിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ തലയിൽ വന്ന് തൊടുന്നതും എൻ്റെ മാതാവ് വന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടത്. ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തിരുന്ന് സാക്ഷ്യം പറയണമായിരുന്നു, അത് ഈ സെയിം ഡ്രസ്സ് ഇട്ട്. പക്ഷേ എനിക്ക് ഇന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അതിന് എനിക്ക് ഇത്രയും ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഞാൻ ഡിസംബർ 30 ഞാൻ കാനഡയിലേക്ക് പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ബെസ്സി എൽദോസ് എന്ന ഈ മകൾ